നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ തല്ലിപ്പൊളി പടങ്ങളുള്ളൂ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങ് ഹോളിവുഡ് വരെ ഒന്ന് പോയി നോക്കിയപ്പോ എന്റെ ആ തോന്നൽ അങ്ങോട്ട് മാറി കിട്ടി. ഈ പടമൊക്കെ വെച്ച് നോക്കുമ്പോ എന്നാ പിന്നെ നമ്മൾ തന്നെയാട്ടോ ഭേദം. തീർത്തൊന്നും പറയാൻ പറ്റില്ല. സായിപ്പന്മാരെല്ലാവരും കാർക്കിച്ച് തുപ്പിയ ഇപ്പോഴും കമന്റ് ബോക്സിൽ വന്ന് തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോളിവുഡ് കാട്ടവരാതമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. പടത്തിന്റെ പേര് സൂം. ഇതൊരു സൂപ്പർ ഹീറോ മൂവിയാണ് കേട്ടോ. എന്നാണ് ഇത് ഉണ്ടാക്കിയവരെന്നെ പറയണത്. പണ്ട് സൂര്യ ടിവിയിൽ സ്കൈ ഹൈ എന്നൊരു ഹോളിവുഡ് സിനിമ മലയാളത്തിൽ ഡബ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ടായിരുന്നു. ആ സ്കൈ ഹൈ പോലെ ആക്കാൻ നോക്കിയിട്ട് സ്കൈന്ന് ഇതുവരെ ഇറങ്ങാൻ പറ്റാതെ പോയ ഒരു മൂഞ്ചിഫിക്കേഷൻ പടം കൂടിയാണ് ഈ ഷൂം. ഇയാളാണ് നമ്മുടെ കഥയിലെ നായകൻ സൂം. ഈ സൂം ഒരു സൂപ്പർ ഹീറോ ആണ് കേട്ടോ. ഇയാളുടെ എല്ലാ ബോഡി പാർട്സും വൈബ്രേറ്റ് ചെയ്യിക്കാൻ ഇയാളെ കൊണ്ട് പറ്റും. അതാണ് ഈ സൂമിന്റെ മെയിൻ സൂപ്പർ പവർ. ഇയാളുടെ വീട്ടിൽ മിക്സിയും ഗ്രൈൻഡർ ഒന്നും ഇല്ല. ഇയാളുടെ കൈവിരലാണ് മിക്സി. അതിപ്പോ ലാഭായല്ലോ. അതെ, കൈയൊക്കെ നന്നായിട്ട് കഴുകിയില്ലേ? ഇടത്തെ കൈത്തെ വിരലൊന്നും അല്ലല്ലോ അല്ലേ? എനിക്ക് തന്നെ ഭക്ഷണം വേണ്ട. ഈ വൈബ്രേഷൻ കൂടാതെ സ്പീഡിൽ പോകാനുള്ള കഴിവും സൂമിനുണ്ട്. ഭയങ്കരമായ ആള്. സൂമും അയാളുടെ ടീമും പണ്ട് ഏതോ ഒരു മെയിൻ വില്ലനെ നശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഓരോ കഥകള്. സൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൂപ്പർ ഹീറോനെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കണത്. എനിക്കറിയില്ല അങ്ങനത്തെ പറഞ്ഞുണ്ടോന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഫ്ലാഷിനേക്കാളും സൂപ്പർമാനേക്കാളും സ്പീഡിൽ പോവാൻ ഈ ഷൂമിന് പറ്റും എന്നാണ് ഇവര് പറയുന്നത്. Faster than Quicksilver, the Flash and Superman all together. സ്വന്തം അനിയനൊരു വില്ലനായി മാറിയപ്പോ ഈ സൂം ഫുൾ സ്പീഡിൽ അനിയന് ചുറ്റും വട്ടം വെച്ച് അയാളെ മറ്റൊരു ഡയമെൻഷനിലേക്ക് അയച്ചു. നടക്കണ കാര്യം പറയടാ. ഇപ്പൊ ആ വില്ലൻ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല, വന്നോണ്ടിരിക്കണുള്ളൂ. അതുകൊണ്ട് അയാളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. നമ്മുടെ സൂം ആണെങ്കിൽ പണ്ട് റിട്ടയർഡായി. ഇപ്പൊ അങ്ങനെ ഫൈറ്റിനൊന്നും ഇറങ്ങാറില്ല. അതുകൊണ്ട് പുതിയ സൂപ്പർ പവർ ഒക്കെ ഉള്ള പിള്ളേരെ കണ്ടുപിടിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ സൂം വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ ചേച്ചിയാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ സൂമിനെ സഹായിക്കാൻ വന്നിരിക്കുന്ന സയന്റിസ്റ്റ്. അതായത് ചുരുക്കി പറഞ്ഞ സൂമിനെ ഇടയ്ക്കിടയ്ക്ക് സൂം ചെയ്ത് നോക്കാൻ വേണ്ടി ഈ കഥയിൽ തിരികെ കയറ്റിയിരിക്കുന്ന ഒരു കഥാപാത്രം. ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചേമ്പേ. ഇവര് ഒരു കാര്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കും. കോമഡിയാണിത്രേ, ഒന്ന് ചിരിച്ചളെ. അങ്ങനെ സൂപ്പർ പവർ ഉള്ള പിള്ളേരെ സെലക്ട് ചെയ്യുന്ന ദിവസം വന്നെത്തി. ഇതൊക്കെയാണ് ഓഡീഷന് വന്നിരിക്കുന്ന സൂപ്പർ പവർ ഉള്ള പിള്ളേര്. ഇതാണോ സൂപ്പർ പവർ? ഓ, ഈ മൂക്കുന്ന് ചീരാപ്പൊലിക്കുന്നതൊക്കെ ഒരു സൂപ്പർ പവർ ആയിരുന്നു. ഛേ, പണ്ടേ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് സേവ് ചെയ്ത് വെക്കായിരുന്നു. വെറുതെ പിഴിഞ്ഞു കളഞ്ഞു. അങ്ങനെ ഈ ഓഡീഷനിൽ നിന്ന് ഇവര് 4 പിള്ളേരെ സെലക്ട് ചെയ്യാണ്. 6 വയസ്സുള്ള ഈ പെൺകുട്ടി, ഇവളുടെ സൂപ്പർ പവർ ആണ് ഇത്. അടുത്തത് ഈ ചെക്കൻ. ഇവന്റെ ശരീരത്തിലെ ഏത് ഭാഗവും പെട്ടെന്ന് വലുതാക്കാൻ പറ്റും. അതെ, ഇത് കേട്ടപ്പോ എന്റെ ചിന്തകളും ആദ്യം അങ്ങോട്ട് തന്നെയാണ് പോയത്. ഇന്നവൻ പിന്നാമ്പുറം വലുതാക്കി, നാളെ അവൻ ഉമ്മറം വലുതാക്കിയാലോ. അടുത്തത് ഇൻവിസിബിൾ ആവാൻ പറ്റുന്ന ഇവൻ. പിന്നെ മൈൻഡ് വെച്ച് ഓരോ സാധനങ്ങളൊക്കെ എടുത്തെറിയാൻ പറ്റുന്ന ഈ ചേച്ചി. ഇവരൊക്കെയാണ് ഈ ഷൂമിന്റെ പുതിയ ടീം. ഓ, ഈ ടീമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ താനോസിന് എളുപ്പം കൊല്ലായിരുന്നു. ഈ ടീം ഫുള്ള് വേണമെന്നില്ല. ഓഡീഷന് വന്ന ഈ ചെക്ക മാത്രം മതി. താനോസ് ഒക്കെ ഇവിടുന്ന് ഓടി ഉണ്ടാവും. അങ്ങനെ സൂം ഇവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് തുടങ്ങുകയാണ്. വെറുതെ ചിരിപ്പിക്കരുത്. ഇവർക്കൊരു പറക്കുന്ന പേടകൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഒരു ദിവസം ഇവരെല്ലാവരും ആ പേടകത്തിൽ കയറി ഓരോന്ന് തിന്നാൻ വേണ്ടി പോവും. ഇതൊക്കെയാണ് ഈ സിനിമയിലെ കഥ, വേറൊന്നുമില്ല. അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇവർ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി വില്ലനായിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല, ഇനി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ഒരു സെലിബ്രേഷൻ ആണ്. അപ്പൊ എന്റെ നമ്പർ എപ്പോഴാണ്? നമ്പർ ലാസ്റ്റ്
ഞാൻ പറയാം നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. അവസാനം കുറെ വെറുപ്പിക്കലൊക്കെ കഴിഞ്ഞ് വില്ലനെ നേരിടാൻ ഇവരെല്ലാവരും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഒരു ട്വിസ്റ്റ്. നമ്മുടെ സയന്റിസ്റ്റ് ചേച്ചിക്കും ഒരു സൂപ്പർ പവർ ഉണ്ട്. എന്താന്നല്ലേ? ആൾക്കാരെയൊക്കെ ഊതി പറപ്പിക്കുക. വല്ലാത്തൊരു ദുർഗന്ധമാണല്ലോ ഇത്. സത്യം പറയാലോ, ഇതുപോലൊരു നശിച്ച സൂപ്പർ ഹീറോ ടീമിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ പൊന്ന സുഹൃത്തുക്കളെ വെറുത്തുപോകും. അങ്ങനെ അവസാനം വില്ലൻ വന്നു. പിന്നൊരു ഫൈറ്റാണ്. ഈ വില്ലനെങ്കിലും കുറച്ച് ഭേദമായിരിക്കും ഞാൻ വിചാരിച്ചു. ഇയാളൊക്കെ വില്ലെന്ന് വിളിച്ച് എന്നെ വേണം ആദ്യം തല്ലാൻ. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി പൂക്കുരുവി പൂവാക്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. അവസാനം എന്താ, വില്ലൻ നന്നായി. എല്ലാവരും കൂടി ഒന്നായി വീട്ടിലേക്ക് പോയി. ഹോളിവുഡിലും ഇങ്ങനത്തെ അപരാധങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ബോക്സ് ഓഫീസിലൊക്കെ വൻ ഹിറ്റായിരുന്നു ഈ പടം. ബോക്സ് ഓഫീസൊക്കെ ബോംബിട്ട് തകർത്തു. ഇനി ആരും റെക്കോർഡ് ഇടണ്ടാ തന്നെ. എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം എന്തെന്ന് വെച്ചാ 75 മില്യൺ മുടക്കി എടുത്തൊരു ചവറാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടത്. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി